പടം കുഴപ്പമില്ല, നല്ല പടം. സൈലൻസ് ഓവറായിട്ട് പ്രതീക്ഷ പോയി കഴിഞ്ഞാൽ ഇഷ്ടപ്പെടില്ല. വേറെ ഒന്നുമില്ല. പടം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം ഹിറ്റ് ഫ്രാഞ്ചൈസിയിൽ വരുന്ന ഒരു മൂന്നാം ഭാഗമായിട്ട് പിന്നെ ഞാൻ പഠിപ്പിക്കുകയോ അങ്ങനെ ബോറടിക്കുകയോ ഒന്നും ചെയ്തില്ല. അത്യാവശ്യം നല്ല എൻഗേജിങ് ആയിരുന്നു അവസാനം വരെ. ലാസ്റ്റ് കുറച്ച് സർപ്രൈസസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കുറച്ചും കൂടെ ഒന്ന് പടത്തിനൊന്ന് ബിൽഡപ്പ് ചെയ്തു. പടത്തിന് മേക്കിംഗ് എല്ലാം കൊള്ളാം. ഇതിന് മുമ്പുള്ള 2 സീരീസ് കണ്ടോ ബ്രോ? 2 സീരീസും കണ്ടു. അതിൽ നിന്ന് ബെറ്റർ ആണ്. അതിൽ നിന്ന് കുറച്ചും കൂടെ ബ്ലഡ് കൂടുതൽ നല്ല നല്ല ബ്രൂട്ടൽ, നല്ല അടിപൊളി സാധനം. നല്ല സീരീസ് എല്ലാം അറിയാമല്ലോ. അതെ, അടിപൊളി സാധനം. നല്ല ബ്രൂട്ടലായിട്ടുണ്ട്. നമ്മുടെ മാർക്കോ ഒന്നും അല്ലാതെ ബ്രോ കൊള്ളായിരുന്നു ബ്രോ. എടുത്തു പറയാനായിട്ട് ഫൈറ്റാണ്, പക്കാ ഫൈറ്റാണ്. ഇതിന് മുമ്പുള്ള 2 സീരീസ് കണ്ടായിരുന്നു ഇതിന്റെ. അപ്പൊ അതിൽ നിന്ന് ബെറ്റർ ആണോ? ഇത് ബെറ്റർ ആണ്. അടുത്ത 4th പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ബ്രോ അടിപൊളിയായിരുന്നു. എനിക്ക് അത്യാവശ്യം നല്ലപോലെ എൻ്റർടൈനിങ് ആയിട്ട് തോന്നി. കാര്യം നമ്മൾ ഇത്ര രാവിലെ എണീച്ച് വരുമ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ജേർണലും കൂടെ ബന്ധപ്പെട്ട പടമായതുകൊണ്ട് കുറച്ച് ലാഗ് ആയിരിക്കും എന്നൊക്കെ ചെയ്യും. പക്ഷേ ഒരു തവണ പോലും അങ്ങനെ നമുക്ക് മടുപ്പിക്കുകയോ അങ്ങനെ ബോറടിക്കുകയോ ഒന്നും ചെയ്തില്ല. അത്യാവശ്യം നല്ല എൻഗേജിങ് ആയിരുന്നു അവസാനം വരെ. ലാസ്റ്റ് കുറച്ച് സർപ്രൈസസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കുറച്ചും കൂടെ ഒന്ന് പടത്തിനൊന്ന് ബിൽഡപ്പ് ചെയ്തു. പിന്നെ ഓവറോൾ നാനി തന്നെയാണ് കൊണ്ടുവന്നത്. നാനി സിംഗിൾ ഹാൻഡഡ്ലി ഭയങ്കരമായിട്ട് പൊളിച്ചിട്ടുണ്ട്. പുള്ളിയുടെ പെർഫോമൻസ് വേറെ ലെവൽ, രക്ഷയില്ല. നല്ല പെർഫോമൻസ്, ഭയങ്കര റഫായിട്ട് ഭയങ്കര വയലൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. നന്നായിട്ടുണ്ട്, നല്ല പെർഫോമൻസ്. ഫസ്റ്റ് സെക്കൻഡ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ടോ? സത്യം പറഞ്ഞാൽ ഇതൊരു സ്റ്റാൻഡിലുള്ള മൂവിയായിട്ടാണ് തോന്നുന്നത്. കാര്യം ഫസ്റ്റ് സെക്കൻഡ് ഒന്നും കണ്ടില്ലെങ്കിൽ പോലും എല്ലാതരം പ്രേക്ഷകർക്കും ഒരു അങ്ങനെ ഹിറ്റിന്റെ മുമ്പത്തെ ഭാഗത്ത് കാണണമെന്നില്ല. ഇവർക്കൊരു പേരും പ്ലോട്ടും മാത്രമല്ലേ അങ്ങനെ വരുന്നുള്ളൂ. മാത്രമേ ഉള്ളൂ. പ്രത്യേക കേസാണ്, പുതിയ കേസാണ്, പുതിയ കഥയാണ്. പിന്നെ പഴയ പടത്തിൽ കുറച്ച് ക്യാരക്ടേഴ്സൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ആ സിനിമയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയാം, അതിലെ കാസ്റ്റ് ആൻഡ് ക്രൂവൊക്കെ അറിയാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ റിലേറ്റബിൾ ആയിരിക്കും. പക്ഷെ നല്ല പടം, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പടം കുഴപ്പമില്ല, നല്ല പടം. ആക്ഷൻ ആണോ? വയലൻസ് മനസ്സിലാവുന്നുണ്ട്. ബോറില്ല. അടി വെച്ച് ഞാനിയുടെ കഥാപാത്രം ബോറില്ല. പടം കാണാം. ആക്ഷനൊക്കെ എങ്ങനെയുണ്ട്? ആക്ഷൻ മാത്രമേ ഉള്ളൂ. ഓഫ് വയലൻസ് ഇസ് ഹെയർ. വാച്ച് വൺ എന്ന് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ പടം ആവറേജ് ആണ്. പക്ഷേ കൊള്ളാം. ഇതിൻ്റെ ഫോർട്ടുണ്ട്, നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. ബോറായിട്ടൊന്നും നമുക്ക് ഇതുവരെ തോന്നിയിട്ടൊന്നുമില്ല. അത്യാവശ്യം പടം ഓക്കെയാണ്. സൈലൻസ് ഓവറായിട്ട് പ്രതീക്ഷ പോയി കഴിഞ്ഞാൽ ഇഷ്ടപ്പെടില്ല. വേറെ ഒന്നുമില്ല. ക്ലൈമാക്സ് ഒന്നും കുഴപ്പമില്ല. ഒരു ആക്ഷൻ പടമാണ്. വയലൻസ് പ്രാധാന്യം വളരെ കുറവാണ്. വയലൻസ് അത്രയ്ക്ക് മാത്രമുള്ള ഒന്നുമില്ല. ഈ ഹിറ്റ് ഫസ്റ്റ് സെക്കൻഡ് വെച്ച് കമ്പയർ ചെയ്യണ എങ്ങനെ ഉണ്ടായിരുന്നു? സെക്കൻഡ് തന്നെയാണ് ബെറ്റർ. പടം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം ഹിറ്റ് ഫ്രാഞ്ചൈസിയിൽ വരുന്ന ഒരു മൂന്നാം ഭാഗമായിട്ട് പിന്നെ ഞാനി എപ്പോഴും നാച്ചുറൽ ആക്ടറായിട്ട് വരുന്ന സംഭവങ്ങളായതുകൊണ്ട് ഒരു വയലിൻ മൂവി എപ്പോഴും വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ അങ്ങനത്തെ ഒരു പടം വന്നപ്പോൾ നമുക്ക് കാണാനൊരു ഇൻട്രസ്റ്റ് തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാനെനിക്ക് ആക്ഷൻ വഴങ്ങുന്നുണ്ടോ? കാരണം സാധാരണ പുള്ളി എടുക്കുന്ന കഥയൊക്കെ അങ്ങനത്തെ ടൈപ്പ് ആണല്ലോ. പുള്ളിക്കാരൻ തെളിയിക്കാൻ വേണ്ടിയാണല്ലോ ഈ ഒരു പാർട്ട് ചെയ്തത് തന്നെ. കാരണം സെക്കൻഡിൽ 2-ൽ ഒരു ഇൻഡ് കൊടുത്തിട്ടാണ് പുള്ളിക്കാരൻ വന്നത്. ഒരു വയലന്റ് മൂവിയായിട്ട് ഞാൻ വരുന്നുണ്ട് എന്നുള്ളത് അത് പൂർണ്ണമായിട്ട് അദ്ദേഹം പാലിച്ചിട്ടുണ്ട്. നല്ല രീതിക്ക് തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ ഇതിലൊരു 4th ഭാഗത്തിന് ഒരു ഹിൻഡ് കൊടുത്തിട്ടുണ്ട്. അത് അടുത്ത സീസൺ കുറച്ച് അത്യാവശ്യം നിസ്സാരമായിട്ടുള്ള സംഭവമായിട്ട് മാറുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു.